എത്രയും പെട്ടെന്ന് വന്ദനെ ഒന്ന് രക്ഷിക്കും. അവളെ രക്ഷിക്കാൻ ഇപ്പൊ നീ വിചാരിച്ചാൽ മാത്രമേ പറ്റൂ. വസന്തേച്ചി വിചാരിക്കുന്ന പോലെ ഇതത്ര ഈസി കാര്യമൊന്നുമല്ല. മയക്കുമരുന്നാ പിടിച്ചിരിക്കുന്നത്. ജാമ്യം പോലും കിട്ടില്ല. വന്ദനേച്ചിയുടെ മുറിയിൽ നിന്ന് മയക്കുമരുന്ന് പിടിച്ച സാഹചര്യത്തിൽ വന്ദനേച്ചി തന്നെയാണ് അതിന്റെ പ്രതി. ഈ വന്ദനേച്ചി എന്നാണ് ഇതിന്റെ പരിപാടിയൊക്കെ തുടങ്ങിയത്? പകയും വൈരാഗ്യം ഉണ്ടെങ്കിലും അച്ഛന്റെ കാല് പിടിച്ച് മാപ്പ് അപേക്ഷിക്കുമ്പോൾ എല്ലാം മറന്ന് കെട്ടിപ്പിടിച്ച് മാപ്പ് തന്ന് ആശ്വസിപ്പിക്കാൻ അച്ഛന്റെ പതിവ്. പക്ഷേ ഇപ്പോഴുള്ള അച്ഛന്റെ നിലപാട് ഉറച്ചതാ. അതിനെ അനുസരിക്കാൻ ഒരു കാലത്തും എനിക്ക് പറ്റില്ല. ഡിവോഴ്സ് അച്ഛന്റെ ഉറച്ച തീരുമാനം. എത്ര ഗതികെട്ട അവസ്ഥ വന്നാലും മയക്കുമരുന്ന് വെക്കാൻ വന്ദനയുടെ മനസ്സ് തയ്യാറാവില്ല. വേണ്ട വിക്രം, ഒരു സഹായം ചോദിക്കുമ്പോ വന്ദനയോടുള്ള പഴയ പകവച്ച് അവളെ തകർക്കാൻ നോക്കരുത്. ഇന്നുവരെ ഈ വീട്ടിൽ മാധവൻ നായരുടെ മക്കൾ ആരും മയക്കുമരുന്ന് കച്ചവടം നടത്തി ജീവിച്ചിട്ടില്ല. അപ്പൊ പിന്നെ കാറ്റത്ത് പറന്നു വന്നതായിരിക്കുന്ന പോലീസുകാരോട് പറഞ്ഞുകൂടായിരുന്ന വസന്തേച്ചി? അതല്ല ഞാൻ പോലീസുകാരോട് പറയേണ്ടിയിരുന്നത്. ഇത്രയും നാളും കണ്ടെത്താത്ത മയക്കുമരുന്ന് വന്ദനയുടെ മുറിയിൽ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ എന്നാ. കാരണം എന്താന്ന് ഞാൻ പറയട്ടെ. ജഗനും വിക്രമായി തുടങ്ങിയ കൂട്ടുകച്ചവടം. ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും നീ എത്ര വലിയ കൊലകൊമ്പനാണെങ്കിലും നിനക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റത്തില്ല വിക്രം. ചേച്ചി, ഞാനൊന്ന് മുറിക്കാൻ ഇപ്പൊ എന്താ കുഴപ്പം? ഈ മുറുക്കും മദ്യപാനമൊന്നും കുറുപ്പിനുള്ള ശീലങ്ങളല്ല. പിന്നെ എപ്പോഴാ ഇതൊക്കെ ചെയ്യുന്നെന്ന് ചോദിച്ചാ മനസ്സ് ആഹ്ലാദം കൊണ്ട് നിറഞ്ഞു നിൽക്കുമ്പോ നാലും കൂട്ടിയുള്ള മുറുക്ക് അതൊരു ത്രില്ലാണ് ചേച്ചി. തലയ്ക്ക് ഒരു പ്രത്യേക ലഹരി തരും. ഇതുപോലെ ആട്ടുന്നൊരു ശബ്ദം ഞാൻ പുറത്തു നിന്നും കേട്ടതാണല്ലോ. ചേച്ചി എന്റെ ഭാര്യ സുമലത ആട്ടിയതായിരിക്കും അല്ലേ? എന്റെ നാക്കെല്ലാം കൂടെ ചൊറിഞ്ഞു വരുന്നുണ്ട്. ഞാൻ നിന്റെ ഭാര്യ ആട്ടിയതല്ല. അവളെ എന്റെ മുഖത്ത് നോക്കി ആട്ടിയ ശബ്ദമാ നീ ആ കേട്ടത്. സത്യം? സത്യം. അപ്പൊ പുരോഗമനമുണ്ട്. പുരോഗമനം ഉണ്ടെന്നോ? ഉറക്കെ ഒന്ന് കാർക്കിക്കാനോ ശബ്ദിക്കാനോ ആട്ടാനോ തുപ്പാനോ ഒന്നിനും കഴിവില്ലാത്ത ഒരു കഴുത ജന്മമായിരുന്നല്ലോ എന്റെ ഭാര്യ. അവളിപ്പോ ഉച്ചത്തിലാട്ടാൻ പഠിച്ചെങ്കി അതൊരു നല്ല കാര്യമല്ലേ ചേച്ചി? നിർത്തടാ, ദേവനും പറയും കേട്ടോ. നിന്റെ അച്ഛയുടെ ആട്ടും തുപ്പും സഹിക്കേണ്ട കാര്യമൊന്നും ഈ ആനന്ദവനിക്കില്ല. രാജകീയ പ്രൗഢിയിൽ എന്റെ വീട്ടിൽ കഴിഞ്ഞിരുന്നവളാ ഞാൻ. ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ എന്റെ വിദഗ്ധമായ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ആവശ്യമുണ്ടെന്നും പറഞ്ഞ് എന്റെ കാല് പിടിച്ചിട്ടാ ഞാനിവിടെ പൊറുതി തുടങ്ങിയത്. എന്താ മറന്നുപോയാ നീ അതൊക്കെ? ഒന്നും മറന്നിട്ടില്ല ഞാൻ. രാഷ്ട്രീയ രംഗത്ത് എന്തുമാത്രം ആട്ടും തുപ്പും അപമാനവും സഹിച്ചവനാ ഈ കുറുപ്പ്. കുറെ എംബോഗികൾ ശകുനിക്കുറുപ്പ് എന്ന വട്ടപ്പേര് വരെ എന്റെ പെടലിക്ക് വച്ചേട്ടി തന്നിരുന്നു. എന്നിട്ട് ഒരു തരിമ്പ് പോലും കുലുങ്ങാത്തവനാ ഈ കുറുപ്പ്.
കുലുങ്ങരുത്. മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. ലക്ഷ്യം സാധിച്ച ഒരു രാഷ്ട്രീയക്കാരന്റെ ഉള്ളു തുറന്ന ചിരിയാണ് ചേച്ചി സ്വല്പം മുമ്പ് കണ്ടത്. ഞാൻ ഇനിയും ചിരിക്കും, ചിരിച്ചുകൊണ്ടേയിരിക്കും. ഭാര്യയെ രക്ഷിക്കുന്നതിനൊരു ഉപാധിയായി ഞാനൊരു കീറാമുട്ടിയും അവന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്തു. വിവാഹമോചനം. ഇന്നത്തെ സാഹചര്യത്തിൽ വന്ദനയെ മോചിപ്പിക്കാൻ ജഗന് ആശ്രയിക്കാവുന്ന ഒരേ ഒരു വ്യക്തി ഈ കരുണാകർ കുറുപ്പാണ്. അതായത് ചേച്ചിയുടെ ഈ അരുമ സഹോദരൻ മാത്രമാണെന്ന് അവനറിയാം. പക്ഷേ എന്നെ സ്ത്രീധന കേസിൽ കുടുക്കി അപമാനിച്ച വന്ദന വിവാഹമോചനം നടത്താതെ പുറത്തു വരാൻ ഞാൻ സമ്മതിക്കില്ല. ഭാര്യയെ മോചിപ്പിക്കാൻ കഴിയാതെ പുറത്തു വട്ടം ചുറ്റുന്ന ജഗൻ, അകത്ത് നോക്കുകുത്തി പോലിരിക്കുന്ന വന്ദന. ജഗനും വന്ദനയും കുറുപ്പിന്റെ രണ്ടിരകൾ. അവരോർത്ത് ഞാൻ ഇനിയും ചിരിക്കും, ചിരിച്ചുകൊണ്ടേയിരിക്കും.